പമ്പാ നദിയിൽ അവിടെ ആറന്മുള മാലക്കര കടവിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് വാർത്ത. മാത്യു എന്ന ആളാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, എപ്പോഴാണ് ഈ ഒഴുക്കിൽപ്പെട്ടതായി അറിവ് ലഭിച്ചത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? യെസ്, പത്തനംതിട്ടയിൽ പമ്പാ നദിയിലെ ആറന്മുള മാലക്കര കടവിലാണ് ഈ അപകടം ഉണ്ടായത്. ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. മാത്യു എന്നയാളാണ് ഒഴുക്കിൽപ്പെട്ടത്. അവിടെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഒക്കെ അവിടെ തെരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയ്, വിശദാംശങ്ങൾ. അതായത് നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെയാണ് വൈകിട്ടോടുകൂടി കാണാതാകുന്നത്. ആറന്മുള മാലക്കരയിലാണ് പമ്പാ നദിയിൽ ഇത്തരത്തിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ടത്. മാത്യു 34 വയസ്സാണ് ഇദ്ദേഹത്തിന് പ്രായം. എന്തായാലും ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം മാത്യുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 7 ദിവസം മുമ്പ് പമ്പാ നദിയിൽ തിരുവനന്തപുരം സ്വദേശിയായ മുഹമ്മദ് അനീസിനെ കാണാതായിരുന്നു. ഈ തിരച്ചിലും സമാനമായ രീതിയിൽ തുടരുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ ആളുകൾ വെള്ളത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്ന സംഭവം പമ്പാ നദിയിൽ അത് ഇങ്ങനെ സ്ഥിരം കഥയാവുകയാണ്. ശരി, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.